നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു വന്നത്. ഒരു വീട്ടിൽ, അതായത് ഏകദേശം പാലുകാച്ച് കഴിഞ്ഞ വെറും മാസങ്ങൾ മാത്രമായിട്ടുള്ള വീട്ടിൽ 12 ദിവസം മാത്രമായിരുന്ന ഗൾഫിൽ നിന്നും വന്ന പ്രവാസിയും കുടുംബവും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. 6 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്നാണ് വിവരം. ഇതിലെല്ലാം തന്നെ പറയുന്നത് മകനുമായി ബന്ധപ്പെട്ടുള്ള മകനുണ്ടായ രോഗാവസ്ഥ അത് മുന്നോട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അതിൽ മനം നടുത്താണ് ജീവൻ അവസാനിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ ആ കുറിപ്പിൽ, ആത്മഹത്യാക്കുറിപ്പിൽ ആ ഒരു വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മടാശ്ശേരി വീട്ടിൽ സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിയൻ എന്നിവരാണ് മരിച്ചത്. ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിലും മകനെ തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മകന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ മകനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇരുവരും ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂർ അണ്ടാടിയിലാണ് സംഭവം. അതുപോലെ തന്നെ രാവിലെ വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ട അയൽവാസികൾ ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. പേരമംഗലം പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്ന് കയറിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 9 വയസ്സുകാരനായ മകൻ ഹരിയൻ ഓട്ടിസം ബാധിതനായിരുന്നുവെന്നാണ് വിവരം. ഹരിയൻ പായ വിരിച്ച് അതിൽ കിടത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. അബുദാബിയിലായിരുന്ന സുമേഷ് 12 ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. തിരിച്ചു പോകാനിരിക്കെയാണ് മരണം. പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് ഇക്കഴിഞ്ഞ നവംബറിൽ ആണ് ഇവർ ഈ താമസം മാറിയത്. കുട്ടിയുടെ അസുഖം സംബന്ധിച്ച് ഇരുവർക്കും പ്രയാസം ഉണ്ടായിരുന്നുവെന്നും മറ്റ് സാമ്പത്തിക ബാധ്യത ഇല്ല എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനത്തെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 6 പേജോളമുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം എന്താണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് എന്നത് കൂടുതലായും തന്നെ പോലീസ് സംഘം പുറത്തുവിടുന്നില്ല. ഇത്തരത്തിൽ മകന് ഉണ്ടായിരുന്ന ഓട്ടിസം ബാധയായിരുന്നു മകന്. അതിൽ മനംനൊന്താണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പേരമംഗലം പോലീസാണ് അറിയിച്ചത്. ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് മൃതശരീരം വിട്ടു നൽകി മറ്റ് നടപടികൾ ആരംഭിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം അയൽപക്കക്കാർ വന്ന് നോക്കുമ്പോഴാണ്, കഥക് തുറക്കാത്തതിനെ തുടർന്ന് അയൽപക്കക്കാർ വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ 3 പേരെയും മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തൊട്ടടുത്തുള്ള, അതായത് കുടുംബ വീടിന്റെ തൊട്ടടുത്തായാണ് ഇവർ കഴിഞ്ഞ മാസങ്ങളിൽ പുതിയ വീട് വെച്ച് താമസം മാറിയത്. 12 ദിവസം മുൻപാണ് ഈ പ്രവാസി നാട്ടിലേക്ക് എത്തിയത്. തിരിച്ച് മടങ്ങാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഇവർ മരണത്തിലേക്ക് കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ബന്ധുക്കൾ കണ്ടപ്പോഴൊന്നും തന്നെ വിഷമമുള്ളതായിട്ടോ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ മരിക്കുന്ന, അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യേണ്ട തക്കത്തിലുള്ള വിഷമമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് പലരും പറഞ്ഞത്. എന്തായാലും ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്ത തൃശ്ശൂർ നഗരമാകെ കേട്ടത്.